വളരെ വളരെ വേദനിപ്പിക്കുന്നതും നിർഭാഗ്യകരവുമായിട്ടുള്ളൊരു സംഭവമാണ് 16 കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ ചുമയുടെ സിറപ്പ് കഴിച്ച് മരണപ്പെട്ടു എന്നുള്ളത്. വാസ്തവത്തിൽ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയുടെ കോഫ് സിറപ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള മരുന്നുകൾ കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ കേരളത്തിൽ ഈ കോൾഡ്രിഫ് എന്നുള്ള മരുന്ന് ഫാർമസികളിലൂടെ കൊടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം ഡ്രഗ്സ് കൺട്രോളർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ മരുന്ന് സപ്ലൈയിൽ ഇതില്ല. അപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഇല്ല. പക്ഷേ മറ്റ് പ്രൈവറ്റ് ഫാർമസികളിൽ നിന്ന്, നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഇതൊരു കാരണവശാലും എവിടെയെങ്കിലും ഈ ബാച്ച് പർട്ടിക്കുലർലി, അത് മാത്രമല്ല ഈ ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അത് നിർത്തിവെക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ തീരുമാനിച്ചൊരു കാര്യം, 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള മരുന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കരുത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ തൂക്കത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇത്ര വെയിറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്ര മരുന്ന് നൽകാം എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രയാണെന്ന് നിശ്ചയിക്കാൻ കഴിയുക ഡോക്ടർക്കാണ്. അപ്പോൾ 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പീഡിയാട്രിക് ഡ്രഗ്സ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ആണ് കേരളം.